സൗജന്യമായി എന്ത് ലഭിച്ചാലും പലപ്പോഴും വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ലഭിക്കുമെന്ന് കണ്ടാൽ ആ വഴിക്ക് അങ്ങ് പോകും. അനന്തകൃഷ്ണൻ സാധാരണക്കാരുടെ മുന്നിലേക്ക് തുറന്നിട്ടത് ഈ വലിയ സാധ്യതയാണ്. തട്ടിപ്പിൻ്റെ വലിയ ശൃംഖലയാണ്. ആട് വന്നു, മാഞ്ചിയം വന്നു, ഹൈറീച്ച് വന്നു, മണി ചെയിൻ വന്നു, കോണിബയോ വന്നു. പല തട്ടിപ്പുകളും വന്നിട്ടും നമ്മൾ പഠിച്ചില്ല. അതിൽ വിശ്വസിച്ച് അനന്തുവിൻ്റെ പരിപാടിയിലേക്ക് പോയതിൽ പ്രതിപക്ഷ നേതാവും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അവരെ മുൻനിർത്തിയാണ് ഈ അനന്തു ഈ തട്ടിപ്പ് നടത്തിയത്. ഇവരുടെയൊക്കെ ഫോട്ടോ കാണിക്കും. BJP നേതാവ് AN രാധാകൃഷ്ണൻ അനന്തുവിൻ്റെ നിത്യസന്ദർശകനും തട്ടിപ്പിന് കൂട്ടിനിന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റിപ്പോർട്ടർ ലൈവ് പരിശോധിക്കുന്നു തട്ടിപ്പിൻ്റെ അനന്തു സാധ്യതകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് ഇടുക്കിയിൽ മാത്രമാണെന്ന് കരുതി സന്ദീപിനെ സമീപിച്ചപ്പോഴാണ് കേരളമുടനീളം ഈ തട്ടിപ്പിന് വലിയ ശൃംഖലകളുണ്ട് എന്ന് മനസ്സിലായത്. നമ്മളുടെ ബൃഹത്തായ ശൃംഖല തന്നെ അത് പരിശോധിക്കാനിറങ്ങി. TV പ്രസാദ്, R ഋഷിപാൽ, അലി അക്ബർ ഷാ, അർജുൻ കല്യാൺ, സന്ദീപ് രാജാക്കാട്, ശരത് SS എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ് മുതൽ അങ്ങ് കണ്ണൂരിലുള്ള അർജുൻ കല്യാട് വരെ ഈ വാർത്തയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ റിപ്പോർട്ടർമാരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത്രത്തോളം വലിയ തട്ടിപ്പാണ് ഈ അനന്തകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരിൽ നിന്ന് തന്നെ തുടങ്ങാം. മണി ചെയിൻ മോഡൽ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണൻ നടത്തിയത്. ചേർത്താൽ 5000. സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങൾ ഉപയോഗിച്ചും പേരുപയോഗിച്ചുമാണ് തട്ടിപ്പ്. പഞ്ചായത്ത് കോർഡിനേറ്റർമാരെ ഉപയോഗിച്ചും ഓരോ പഞ്ചായത്തിലും 100 കണക്കിന് ആളുകളെ ചേർത്തുമാണ് തട്ടിപ്പ് മുന്നോട്ട് പോയത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ, പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്. അങ്ങനെയായിരുന്നു മോഹന വാഗ്ദാനങ്ങൾ. 1000 തന്നാൽ 2000 പഠനോപകരണം, 3000 തന്നാൽ 6000 തയ്യൽ മെഷീൻ, നിങ്ങൾ 10000 തന്നാൽ 20000 ലാപ്ടോപ്പ്, 60000 തന്നാൽ 1,20,000 സ്കൂട്ടർ. TV പ്രസാദ് അനന്തുവിന്റെ തട്ടിപ്പിന്റെ കഥ വിവരിക്കും. TV പ്രസാദ് ആ കഥയൊന്ന് കേരളം കേൾക്കട്ടെ. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. അനന്തുവിൻ്റെ തട്ടിപ്പ് ഒരു പ്രത്യേകതരം തട്ടിപ്പ് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മണി ചെയിൻ തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഇതൊരു മണി ചെയിൻ മാതൃകയിലുള്ള കേരളം കണ്ടിട്ടില്ലാത്ത തട്ടിപ്പാണ്. അതായത് ഒരു സാധനം സൗജന്യമായി കൊടുക്കുകയല്ല അരുൺ, പകരം പകുതി വിലക്ക് കൊടുക്കുക എന്ന മോഹന വാഗ്ദാനത്തിലാണ് നാട്ടുകാർ വീണത്. ചെറിയ പ്രായമേ ഉള്ളൂ അനന്തകൃഷ്ണൻ, 26-27 വയസ്സാണ് അനന്തകൃഷ്ണൻ്റെ പ്രായം. തൊടുപുഴയിലെ കൊടയത്തൂർ പഞ്ചായത്തിലെ 7-ാം മൈൽ എന്ന പ്രദേശത്താണ് അനന്തുവിൻ്റെ വീട്. അനന്തു +2 പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ഈ തട്ടിപ്പിന് ഇറങ്ങി. അതായത് ആ നാട്ടിലൊരു സ്പോർട്സ് ക്ലബ്ബുണ്ട്. ആ സ്പോർട്സ് ക്ലബിന് വേണ്ടി സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ എന്ന പേരിലായിരുന്നു ആദ്യമായി നാട്ടിൽ നിന്ന് പിരിവ് തുടങ്ങിയത്. അത് ലക്ഷങ്ങൾ പിരിച്ച് ആ തട്ടിപ്പ് പിടിക്കുമെന്നായപ്പോഴാണ് നാട്ടിൽ നിന്ന് മുങ്ങിയത്. പിന്നീട് വലിയ തട്ടിപ്പുകാരനായി തിരിച്ചു വന്നു. പക്ഷേ അതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാകാൻ ഇത്രയും കാലം വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഒരു NGOയുടെ കോൺഫെഡറേഷൻ രൂപീകരിച്ചു. കേരളത്തിൽ ആകെയുള്ള NGOയുടെ കോൺഫെഡറേഷൻ. അതിൽ പ്രമുഖ വ്യക്തികൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആ പരിപാടിയിൽ. അത് ഹൈക്കോടതി ജഡ്ജിമാർ, അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നല്ല പേരുള്ള ഒരുപാട് ആളുകൾ. അവരൊക്കെ ചേർന്നുകൊണ്ടാണ് വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലക്ക്, അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒക്കെ ഭാഗമായി പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും അതുപോലെ തന്നെ വളവും പഠനോപകരണങ്ങളും തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും കൊടുക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് മാറിയത് ആദ്യഘട്ടത്തിൽ അരുൺ അവർ കൃത്യമായി അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൊടുത്ത പരിപാടികളെല്ലാം വലിയ പരിപാടികളാക്കി മാറ്റി എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ്റെ വിജയം. മാത്രമല്ല അരുൺ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തെത്തി ഷാല് പുതപ്പിക്കുന്ന പടവും നമ്മൾ കണ്ടിട്ടുണ്ട്. AN രാധാകൃഷ്ണൻ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അനന്തുവിൻ്റെ. അതുപോലെ പ്രാദേശികമായി എടുത്താൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പഞ്ചായത്ത് പ്രസിഡന്റ് 724 തയ്യൽ മെഷീനാണ് പാതി പൈസ ആളുകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. പെരുങ്കടവിള പഞ്ചായത്തിലെ 724 പേര് തയ്യൽ മെഷീൻ വാങ്ങി. മറ്റൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് 60 സ്കൂട്ടറിന് വേണ്ടി അഡ്വാൻസ് വാങ്ങി. അഡ്വാൻസ് ചെറിയ തുകയല്ലാരും 60,000 രൂപയാണ്. പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്ന ഇടനിലക്കാർക്ക് 5,000 രൂപ കമ്മീഷൻ കിട്ടുകയും ചെയ്യും. ആദ്യ
ആദ്യഘട്ടത്തിൽ കൃത്യമായി ഇത് വിതരണം ചെയ്തു. നമ്മൾ മണി ചെയിൻ തട്ടിപ്പിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ആദ്യത്തെ നിക്ഷേപകർക്ക് കൃത്യമായി അതിൻ്റെ പണം തിരിച്ചു കൊടുക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രചരണക്കാരായി മാറുകയാണ് ചെയ്യുന്നത് ആ തട്ടിപ്പിൽ. ഇതിലും അതുതന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും അനന്തകൃഷ്ണൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിടിയിലാവുന്നത് വരെ. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അതായത് 100 ലാപ്ടോപ്പ് അല്ലെങ്കിൽ 100 സ്കൂട്ടർ ഇല്ല സ്ഥലത്ത് ഒരു 10 എണ്ണം കൊടുക്കും. പക്ഷേ ആ 10 എണ്ണം കൊടുക്കുമ്പോൾ അവിടുത്തെ CIയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അവരൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഈ വലിയ യോഗങ്ങളായി അത് നടത്തുക. പിന്നീട് ഇത് കൂടി വന്നു. ആദ്യഘട്ടത്തിൽ എല്ലാ ജില്ലയിലും ഓരോ കോർഡിനേറ്റർമാരുണ്ടാക്കി. ആ കോർഡിനേറ്റർമാർ ബ്ലോക്ക് തലത്തിൽ ഓരോ സൊസൈറ്റികൾ ഉണ്ടാക്കി. ആ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിലെ കോർഡിനേറ്റർമാരെ കൂടി ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ആ സംവിധാനം പൂർണ്ണമായി അനന്തകൃഷ്ണൻ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിനൊപ്പം പുറത്തു വരാത്ത ഒരു പേരുണ്ട്. ഒരു സ്ത്രീയാണ്, ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവരുടെ വിവരം നമ്മൾ പിറകെ പറയും അരുൺ. കാരണം അവർ ഇതിൽ ഏറ്റവും പ്രധാനിയാണ്, വിദേശത്തേക്ക് കടന്നു എന്നാണ് പറയുന്നത്. അനന്തകൃഷ്ണന്റെ ഈ തട്ടിപ്പ്, ഈ മോഡൽ കേരളം കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ തട്ടിപ്പിൽ വീണുപോയതും ഇപ്പോൾ നിരവധി പേർക്ക് പണം കിട്ടാനുമുള്ളത്. അരുൺ, ഇത് മുഴുവൻ ജില്ലയിലുമുണ്ട്, 14 ജില്ലയിലുമുണ്ട്. എന്തായാലും 500, 600, 700 കോടി കടക്കും എന്നുള്ളതാണ് പ്രാഥമികമായ കണക്ക്. അരുൺ, TV പ്രസാദാണ് കാര്യങ്ങൾ വിവരിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയായിരുന്നു അനന്തകൃഷ്ണന്റെ ഈ തട്ടിപ്പിന്റെ ബ്രെയിൻ പ്രവർത്തിച്ചതെന്ന്, ആരെയൊക്കെയാണ് ഇടനിലക്കാരാക്കിയത്, ആരെയൊക്കെ മുന്നിൽ നിർത്തിയാണ് പറ്റിച്ചത് എന്ന്. എല്ലാ നേതാക്കന്മാരുമായിട്ടും പോയി സെൽഫി എടുക്കുക, ആ നേതാക്കന്മാരെ ചടങ്ങിൽ വിളിച്ച് അവരറിയാതെ തന്നെ ഈ തട്ടിപ്പിന് അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ തട്ടിപ്പിന്റെ അംബാസഡർമാരാക്കുകയാണ് യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണൻ ചെയ്തത്. 350 കോടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് 600 കോടി കടന്നേക്കാമെന്നാണ് TV പ്രസാദ് പറയുന്നത്. ഇതിവിടങ്ങൾ നിൽക്കുന്ന ചെറിയ കളിയല്ല കേട്ടോ. അനന്തകൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് കൂടി വ്യക്തമാവുന്നുണ്ട്. ഇയാൾ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തത് ചില്ലറക്കാരല്ല. ചില നേതാക്കളുടെ ബന്ധങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുക കൂടി ചെയ്തു അനന്തകൃഷ്ണൻ. BJP നേതാവ് AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന അനന്തകൃഷ്ണനുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. സീഡ് സൊസൈറ്റി എന്ന പേരിൽ അനന്തകൃഷ്ണൻ രൂപീകരിച്ച സന്നദ്ധ സംഘടനയുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആയിരുന്നു. അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഒരേ സമയം തന്നെ BJP നേതാവിനെ ആ പദ്ധതിയിൽ സഹകരിപ്പിക്കാനും അതേസമയം തന്നെ കോൺഗ്രസ് നേതാവിനെ ലീഗൽ അഡ്വൈസറാക്കാനും അനന്തകൃഷ്ണൻ കാണിച്ച ബുദ്ധി അപാരമാണ് അല്ലേ അലി അക്ബർ ഷാ? അരുൺകുമാർ, തീർച്ചയായും അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വഴികൾ പരിശോധിക്കുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സംസ്ഥാന വ്യാപകമായി ജനങ്ങളെ പറ്റിച്ച്, രാഷ്ട്രീയ നേതാക്കളെയും പറ്റിച്ചാണ് ഏകദേശം 350 കോടിയിലധികം, നിലവിൽ ലഭിച്ച പരാതി അനുസരിച്ച് 350 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇയാൾ ഏറ്റവും മുതലെടുപ്പ് നടത്തിയത് രാഷ്ട്രീയ നേതാക്കളെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അനന്തകൃഷ്ണന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം വരെ, അതായത് അങ്ങ് മുകളിൽ പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലെ നേതാക്കൾക്കൊപ്പം വരെയുള്ള ചിത്രങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ചിത്രങ്ങളിൽ പെട്ടുപോയവരിൽ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല എന്നൊന്നും ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരുമായും കൃത്യമായ ഒരു ചെങ്ങാത്തം സ്ഥാപിക്കാനും ഇത് തന്നെ തട്ടിപ്പിന് മുതലെടുപ്പിന് ഉപയോഗിക്കാനും അനന്തകൃഷ്ണൻ സാധിച്ചു. അതിലയാൾ വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ചിത്രങ്ങളിൽ മുഖം പതിഞ്ഞ നേതാക്കളിൽ പലരുമായി നമ്മൾ പ്രതികരണം തേടി. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, ഹൈബിയുടെ MP ഉണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്, അതുപോലെ KT ജലീലുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ ഇതിന്റെ കുരുക്കിൽ പെട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇതിൽ ഹൈബീഡൻ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് എന്ന് വിശ്വസിപ്പിച്ചാണ് ഈ രാഷ്ട്രീയ നേതാക്കളിൽ പലരെയും അനന്തകൃഷ്ണൻ ഈ പരിപാടിയുടെ ഉദ്ഘാടകരായും അതുപോലെ മുഖ്യാതിഥികളുമായും എല്ലാം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പെട്ടുപോയി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതിൽ 2 പേർ ആരോപണ വിധേയരായി ഇപ്പോഴും നിൽക്കുന്നത് മുതിർന്ന BJP നേതാവ് AN രാധാകൃഷ്ണനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റുമാണ്. ഇന്നലെ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലെ കെയർടേക്കറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ 2 രാഷ്ട്രീയ നേതാക്കളും നിരന്തരം അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റ് സന്ദർശിക്കാറുണ്ടായിരുന്നു, മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ലാലി വിൻസെന്റ് ആണ് ഈ അനന്തകൃഷ്ണന്റെ ഈ മറൈൻ ഡ്രൈവിലുള്ള 3 ഫ്ളാറ്റുകളുടെ താക്കോൽ കൈകാര്യം ചെയ്തിരുന്നതെന്നും ഈ ഫ്ളാറ്റിന്റെ കെയർടേക്കർ നമ്മളോട് പറഞ്ഞിരുന്നു. ഈ AN രാധാകൃഷ്ണന്റെ ഒരു സന്നദ്ധ സംഘടനയുണ്ട്, സൈൻ എന്നാണ് അതിന്റെ പേര്. അത് വഴി അവർ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. ഈ സൈൻ എന്ന സംഘടന ഈ അനന്തകൃഷ്ണന്റെ NGO കോൺഫെഡറേഷനുമായി സംയുക്തമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല വിധത്തിലുള്ള ഫയൽ നീക്കങ്ങളും ചർച്ചകളും എല്ലാം അനന്തകൃഷ്ണന്റെ
ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നുവെന്ന് ഫ്ളാറ്റിലെ ജീവനക്കാരും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഈ ലാലി വിൻസെന്റിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അരുൺ പറഞ്ഞതുപോലെ BJP നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും LDF നേതാക്കളെയും ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല അനന്തകൃഷ്ണൻ തന്റെ തട്ടിപ്പിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പല നേതാക്കളുടെയും മുഖം വിറ്റുകൊണ്ടാണ് ജനങ്ങളുടെ വിശ്വാസം ഇയാൾ പിടിച്ചുപറ്റിയതും ഇതുവഴി സംസ്ഥാന വ്യാപകമായി ഈ 350 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഇയാൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളതും. എന്തായാലും AN രാധാകൃഷ്ണൻ ഇതിൽ ഏത് നിലയിലാണ് ഇടപെട്ടിട്ടുള്ളത്, മറ്റേതെങ്കിലും നിലയിലുള്ള രാഷ്ട്രീയ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾ ഇനിയും ഈ വലയിലേക്ക് കുടുങ്ങാനുണ്ട്, ഈ യൂണിവേഴ്സിലേക്ക് വരാനുണ്ട്, അനന്തകൃഷ്ണൻ യൂണിവേഴ്സ് ഓഫ് തട്ടിപ്പിലേക്ക് വരാനുണ്ട് എന്നത് വരും മണിക്കൂറുകളിൽ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളിൽ പലരും ഇയാൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അവർ പലരും ഇപ്പോൾ ഈ കേസ് വന്ന സാഹചര്യത്തിൽ കെ രാജന്റെ ടേബിളിൽ ഈ കക്ഷിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നവകേരള സദസ്സിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥിയായിരുന്നു. പൗരപ്രമുഖന്റെ കൂട്ടത്തിൽ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഒരു ചിത്രം കാണുന്നുണ്ട്. അത് നവകേരള സദസ്സിലെ ചിത്രമാണോ? അത് വ്യക്തതയുണ്ടോ അലി അക്ബർ ഷാ? അരുൺകുമാർ, മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾ എവിടെയുണ്ടോ അവിടെ തേടി പിടിച്ചെത്തി താൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു NGOയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് മന്ത്രിമാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും. മന്ത്രിമാരും സത്യത്തിൽ പലരും ഇതിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇയാളോട് ചർച്ച നടത്താൻ തയ്യാറാകുന്നതും ഇയാളുടെ ഒപ്പം നിന്ന് ചിത്രമെടുക്കാൻ തയ്യാറായതും പോലും. ഇതൊക്കെയാണ് വ്യാപകമായി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അതായത് അലി അക്ബർ ഷാ, രണ്ട് രീതിയിൽ നമുക്ക് നേതാക്കളെ കാണണം. തീർച്ചയായും ഇതുമായി സഹകരിച്ച ഈ തട്ടിപ്പുമായിട്ട് സഹകരിക്കുകയും നിരന്തരം ഫ്ളാറ്റിലെ സന്ദർശകരാവുകയും ചെയ്ത രണ്ട് നേതാക്കളുണ്ട്. അതിലൊന്ന് AN രാധാകൃഷ്ണനാണ്, മറ്റൊന്ന് ലാലി വിൻസെന്റ് ആണ്. ഈ കോൺഗ്രസ് ലാലി വിൻസെന്റ് ലീഗിന്റെ ഈ തട്ടിപ്പിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. മറ്റൊന്ന് AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയും ഈ പറയുന്ന സീഡ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ചു. അങ്ങനെ ഒരു ഔദ്യോഗിക ബന്ധം ഈ രണ്ട് നേതാക്കൾക്കുമുണ്ട്. ബാക്കിയുള്ള നേതാക്കൾ, ശിവൻകുട്ടിയാണെങ്കിലും ശരി, KT ജലീലാണെങ്കിലും ശരി, കടന്നപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും ശരി, അതേപോലെ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഹൈബി ഈഡനാണെങ്കിലും ബാക്കി നേതാക്കന്മാരെയൊക്കെ അവരുടെ പരിപാടികളിലേക്ക് നുഴഞ്ഞു കയറി ആളാകാൻ നോക്കുക, അതല്ലെങ്കിൽ ഇയാളുടെ ഇത്തരം പരിപാടികളിലേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പരിപാടി എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ഇവരെ ക്ഷണിച്ച് അതിഥികളാക്കി മാറ്റി ചിത്രങ്ങൾ എടുത്ത് പ്രദർശിപ്പിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാളുടെ സ്ട്രാറ്റജി വ്യക്തമാണ്. ഒരേ സമയം തന്നെ കേന്ദ്രത്തിലാണെങ്കിലും ശരി, ഇവിടുത്തെ പ്രതിപക്ഷത്താണെങ്കിലും അല്ലെങ്കിൽ ഭരണപക്ഷത്താണെങ്കിലും ശരി, താൻ അവർക്കൊക്കെ അടുത്ത ആളാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി, എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ ശ്രമിച്ചത്. അതിന് ഈ പാവം രാഷ്ട്രീയ നേതാക്കൾ ഇരയായിത്തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് രാധാകൃഷ്ണന്റെയും ലാലിയുടെയും കാര്യമല്ല, ബാക്കി നേതാക്കളുടെ കാര്യം. തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അരുൺ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കളെയും ഒരേ കണ്ണിലൂടെ കാണാൻ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ എന്തായാലും സാധിക്കില്ല. പലരും ഇതിൽ പെട്ടുപോയതാണ്. പലരും ഇത് ഒരു നല്ല പരിപാടിയാണ്, ജനോപകാരപ്രദമായ പദ്ധതിയാണ് എന്ന് കരുതി ഒപ്പം നിൽക്കാൻ ശ്രമിച്ച് ഇതിൽ കുടുങ്ങിപ്പോയവരാണ്. ആ നിലയിലുള്ള പ്രതികരണമാണ് ഇന്നലെ ഹൈബി ഈഡൻ MP നടത്തിയത്. ഹൈബി പെട്ടുപോയതുപോലെ തന്നെ പെട്ടുപോയ നേതാക്കൾ ഇതിൽ പലരുമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് ഇതിൽ എന്തെങ്കിലും നേരിട്ട് ഇതുവരെയും ബന്ധമുള്ള വ്യക്തിയല്ല. മറ്റു പല നേതാക്കളും ആ നിലയിൽ ബന്ധമുള്ള വ്യക്തികളല്ല. പക്ഷേ ലാലി വിൻസെന്റ് അതുപോലെ AN രാധാകൃഷ്ണൻ, ഈ രണ്ട് പേരുകളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവർ. ഇവർ നിരന്തരമായി തട്ടിപ്പിന്റെ പ്രതിയായ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് ഈ ഫ്ളാറ്റിലെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നു. അവർക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയുന്ന രണ്ട് നേതാക്കൾ ലാലി വിൻസെന്റും AN രാധാകൃഷ്ണനുമാണ്. അതാണ് അവർ ഇന്നലെ പ്രതികരിച്ചത്. മറ്റൊരു പ്രധാന കാര്യം, ഈ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ വിവരം താൻ അറസ്റ്റിലാകാൻ പോവുകയാണ് എന്ന് അനന്തകൃഷ്ണൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം 2 ദിവസം മുൻപാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും എല്ലാ ഫയലുകളും ഇയാൾ നീക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെ ഇന്നലെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത ബന്ധം ഇയാൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ AN രാധാകൃഷ്ണൻ നിലവിൽ സംശയത്തിന്റെ നിഴലിൽ കുടുങ്ങിക്കിടക്കുന്നു. ലാലി വിൻസെന്റ് സംശയത്തിന്റെ നിഴലിൽ കുടുങ്ങിക്കിടക്കുന്നു. നിലവിൽ ഈ കേസ് വന്നപ്പോൾ നാട് വിട്ടിട്ടുള്ള കോൺഗ്രസിന്റെ മറ്റു ചില പ്രാദേശിക നേതാക്കൾ വരും മണിക്കൂറുകളിൽ അവരുടെ പേരുകൾ കൂടി പുറത്തു വരും. അവരും സംശയത്തിന്റെ നിഴലിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ മറ്റ് നേതാക്കളെ പലരെയും ഇയാൾ മുതലെടുപ്പ് നടത്തി ഇയാളുടെ പരിപാടികളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖം വിറ്റ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും അരുൺ. അതുകൊണ്ട് ഈ പേര് പറയുന്ന ഇയാൾക്കൊപ്പം ചിത്രങ്ങളിൽ വന്നിട്ടുള്ള നേതാക്കളെ എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയുന്ന സാഹചര്യവും നിലവിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്ന് കരുതി ഈ മുതിർന്ന നേതാക്കൾ, അത് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും ശരി, CPM-ൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും ശരി, BJP-യിൽ നിന്നുള്ള നേതാക്കളാണെങ്കിലും ശരി, അവരുടെ ചിത്രങ്ങളിൽ ഇയാൾ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ തട്ടിപ്പുമായി അവർക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. പലപ്പോഴും പല നേതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചടങ്ങുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. MLA-മാരും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇത്തരം പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പുകാരൻ
വന്ന് ഫോട്ടോ എടുക്കുകയും പങ്കാളികളാവുകയും ചെയ്യുമ്പോൾ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടോ എന്ന് ചില പ്രേക്ഷകരൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. അതൊക്കെ സർക്കാരിന് വരും ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ്. ഇതേപോലൊരു തട്ടിപ്പുകാരനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അനന്തകൃഷ്ണനെതിരെ പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരി രംഗത്തെത്തിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് KN ഗീതാകുമാരി പറയുന്നു. AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ BJP സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ KN ഗീതാകുമാരി പറഞ്ഞത്. പണം വാങ്ങിയത് മുതിർന്ന നേതാവ് പ്രമീള ദേവിയുടെ PA ആയിരിക്കെയാണ്. പ്രമീള ദേവിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അനന്തുവെന്ന് KN ഗീതാകുമാരി പറഞ്ഞു. AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്ക് അനന്തുവുമായി ബന്ധമുണ്ടെന്ന് ഗീതാകുമാരി പറയുന്നത് BJPയുടെ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമേറിയ വിഷയം കൂടിയാണ്. BJP ഒന്നുകൂടി ഞാൻ പറയാം, BJPയുടെ സംസ്ഥാന സമിതി അംഗമായ KN ഗീതാകുമാരി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. പ്രമീളാദേവിയുടെ PA ആയിരുന്നു നിലവിൽ അനന്തകൃഷ്ണൻ. അപ്പോൾ പ്രമീളയും പറഞ്ഞു ഞാനിങ്ങനെ പൈസയൊക്കെ കൊടുത്തയക്കാറുണ്ട്, ഒരു കുഴപ്പം വന്നിട്ടില്ല, വിശ്വസ്തരാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ച് പലപ്പോഴായിട്ട് പൈസ വാങ്ങി കൊണ്ടുപോയി. 25 ലക്ഷം രൂപയായിട്ട് ഇവന് പലപ്പോഴായിട്ട് ചെക്കായിട്ടും പൈസയായിട്ടും പലരിൽ നിന്ന് മേടിച്ചും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഞാൻ തരില്ല, ഒരു കാരണവശാലും തരില്ല എന്ന് പറഞ്ഞു. പ്രമീളാദേവിയായിട്ട് പല തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമീളാദേവിയുടെ ഇലക്ഷന് പാലായിൽ ഇവൻ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു. NRനെയൊക്കെ എനിക്ക് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും സംശയിച്ചിട്ടില്ല. PN രാധാകൃഷ്ണൻ ഇതുമായിട്ട് എന്തോ ഒരു ചുമതലയും ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഈ ചാരിറ്റി സംഘങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനോ അതിൻ്റെ പേരിൽ ഈ ചാരിറ്റി പ്രവർത്തനം നടത്താനൊക്കെയുള്ള ഒരു അനുവാദം നമ്മുടെ സർക്കാരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീളാദേവിയെ കുറിച്ചാണോ ഈ ഗീതാകുമാരി പറയുന്നത്? ആ പ്രമീളാദേവിയുടെ ഇലക്ഷൻ ഏജന്റ് ആയിരുന്നോ ഈ തട്ടിപ്പ് വീരൻ? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തട്ടിപ്പിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് രംഗപ്രവേശം ചെയ്ത ഒരാളാണ് അനന്തകൃഷ്ണൻ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ താത്വിക ഭാഗത്തിൽ പക്വതയുള്ള ഒരു പയ്യനായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ KN ഗീതാകുമാരിയുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ പല സമയത്തായിട്ട് വാങ്ങുന്നത്. അതും ഈ ബന്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അത്തരത്തിലാണ് വിവിധ ഘട്ടങ്ങളിലായി 25 ലക്ഷം രൂപ ഒരു ബിസിനസ്സിനാണ് എന്ന് പറഞ്ഞ് വാങ്ങുകയും അത് തമിഴ്നാട്ടിലെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ആ പൈസ വാങ്ങിയത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഈ CSR ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, അതല്ലാതെ തന്നെ പലവിധ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് KN ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 25 ലക്ഷം രൂപ പലതവണ ആവശ്യപ്പെടുകയും പിന്നീട് ഇത് ചോദിക്കുമ്പോഴൊക്കെ കിട്ടാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ചെക്കുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയും അതിപ്പോൾ കേസ് കോടതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രമീളാദേവി വനിതാ കമ്മീഷൻ അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ PA ആയിരുന്നു ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് 2016 മുതലാണ് ഈ പണം വാങ്ങുന്നത്. ഇവർ ഈ കാര്യങ്ങൾ ഈ പണം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും എല്ലാം കൃത്യമായി തന്നെ പ്രമീളാദേവിയോട് പറഞ്ഞിരുന്നു. അതിനുശേഷം തൻ്റെ പണം നഷ്ടമായ വിവരവും പ്രമീളാദേവിക്ക് അറിയാവുന്ന ഒരു ഘട്ടമുണ്ട്, BJP നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. എന്നിട്ട് പോലും ഈ പ്രമീളാദേവി ഇയാൾക്കെതിരെ തള്ളിപ്പറയുവാനോ ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു ഒഴിവാക്കി നിർത്തുവാനോ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ് ഈ ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ട് വരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന നേതാക്കന്മാരും ഈ സംഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ്. BJPക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. AN രാധാകൃഷ്ണനെ സംബന്ധിച്ച് അവർ വ്യക്തമായി തന്നെ പറയുന്നു, AN രാധാകൃഷ്ണന്റെ സീഡുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്, ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആളുകളെ ഏറ്റവും അടുത്തറിയുകയും അവരുമായി ഒരു വലിയ സൗഹൃദം സ്ഥാപിക്കുകയും ഇല്ലെങ്കിൽ വലിയൊരു അടുപ്പം സ്ഥാപിക്കുകയും അതുവഴി പണം ഇങ്ങനെ വാങ്ങുകയും ചെയ്യുന്ന ഒരു ശീലം വളരെ വിദഗ്ധമായി ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുക എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ അനന്തകൃഷ്ണന് നടത്തുവാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ രണ്ടാമത്തെ കാര്യം
ഇവരുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിൽക്കുന്ന ആള് എന്ന് പറയുന്നതും ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുമ്പോഴും ഇപ്പോഴും അവർ ഈ കേസുമായി മുന്നോട്ട് പോകുന്നവരാണെന്നുള്ളതാണ് ഈ ഗീതാകുമാരിയുടെ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് വ്യക്തമായി തന്നെ അറിയാം. താൻ പറ്റിക്കപ്പെട്ടു എന്നറിയാം. എത്ര വിദഗ്ധമായിട്ടാണ് അനന്തകൃഷ്ണൻ കബളിപ്പിച്ചതെന്ന് നോക്കൂ. BJPയുടെ ഒരു നേതാവ് ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുക, മറ്റൊരു നേതാവിൻ്റെ PA ആയിരിക്കുക, ചീഫ് ഇലക്ടറൽ ഏജന്റ് ആയിട്ടിരിക്കുക പ്രമീള ദേവിയുടെ, അതേസമയം തന്നെ ലീഗൽ അഡ്വൈസറായിട്ട് ലാലി വിൻസെന്റിനെ പോലെയുള്ള കോൺഗ്രസ് നേതാവിനെയും ഒപ്പം കൂട്ടുക എന്നുള്ളതാണ്. അതിവിദഗ്ധമായിട്ടാണ് അനന്തു ഈ നീക്കങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ നേതാക്കൾ ഈ കേസിൽ കുടുങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നു. ഒരു പ്രാദേശിക നേതാവാണ്. ആ നേതാവ് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വളരെ വിദഗ്ധമായി ഈ നേതാക്കന്മാരുടെ പങ്ക് എന്നുള്ളത് വളരെ വിദഗ്ധമാണ്. ഇപ്പോൾ KN ഗീതാകുമാരി ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവരുടെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ലാലി വിൻസെന്റ് ആണ് ഹാജരാകുന്നത്. അവിടെ വെച്ച് ചോദിക്കുന്നത് നിരവധി തവണ അനന്തുവുമായിട്ട് യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വാഹനത്തിൽ നിന്ന് അനന്തുവിൻ്റെ ചെക്ക് തട്ടിയെടുത്ത് ഇത്തരത്തിൽ അയാളെ കബളിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയല്ലേ എന്ന് ഇവർ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് ലാലി വിൻസെന്റ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഗീതാകുമാരി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വം തന്നെ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാലി വിൻസെന്റ് ഇപ്പോഴും ലീഗൽ അഡ്വൈസറായിട്ട് തുടരുന്നുണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. താങ്ക് യു സന്ദീപ്. ഞാൻ സന്ദീപിലേക്ക് അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വരാം. ഞാനൊന്ന് കണ്ണൂരിലേക്ക് പോകുന്നു. കണ്ണൂരിലും വ്യാപക പരാതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2000-ലധികം പേരാണ് കണ്ണൂരിൽ മാത്രം പരാതി നൽകിയത്. ഇരുചക്ര വാഹനത്തിന് ഓരോരുത്തരും നൽകിയത് 60,000 രൂപയാണ്. മയിൽ, ചക്കരക്കൽ, കണ്ണൂർ ടൗൺ സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുണ്ട്. വളപട്ടണം സ്റ്റേഷനിൽ മാത്രം 200-ലധികം പരാതിയുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, കണ്ണൂരിലും ഇടുക്കിയിൽ നിന്ന് വന്ന് ഈ കക്ഷി തട്ടിപ്പ് നടത്തിയെന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും തട്ടിപ്പിന്റെ ശാഖകളിൽ തുടങ്ങിയിട്ടുണ്ടല്ലേ ഈ അനന്തകൃഷ്ണൻ? അർജുൻ. അരുണ, തീർച്ചയായിട്ടും തട്ടിപ്പിന്റെ ബ്രാഞ്ച് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 200-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മയ്യിൽ സ്റ്റേഷനിൽ പരാതിയുണ്ട്, ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, ടൗൺ സ്റ്റേഷനിലുണ്ട്, ചക്കരക്കലിലുണ്ട്. കണ്ണൂരിലെ ഏകദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇത്തരത്തിലുള്ള പരാതികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പോലീസിന്. ഇങ്ങനെ ഒരുപാട് പരാതികൾ ഒരുമിച്ചെത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അത് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. അത് സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് അതിനകത്തൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെച്ചിട്ടാണുള്ളത്. കഴിഞ്ഞ ദിവസം വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള 187-ലധികം ആൾക്കാർ പരാതി പോലീസിനെ അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇന്ന് ഈ പറയുന്ന പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇന്ന് അതിനകത്ത് അവരുടെ അക്കൗണ്ടിൽ ഒരു നിശ്ചിത ഒരു 12 ലക്ഷം മറ്റോ 12 ലക്ഷം ഈ 180-ലധികം ആൾക്കാർക്ക് വീതിച്ച് നൽകിയാൽ 5,000-6,000 രൂപയൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ നൽകാമെന്നുള്ള ഒരു മുടന്തൻ ന്യായമൊക്കെ പറഞ്ഞാണ് കോർഡിനേറ്റർമാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് പോലീസ് അവിടെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഏറ്റവും സാധാരണ ജനങ്ങളെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സാധാരണ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ, അതിന് പുറമെ മറ്റ് കുടുംബത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്കൊക്കെ മാറ്റിവെച്ച തുകയാണ് ഇത്തരത്തിൽ നിഷ്കളങ്കരായ മനുഷ്യരിങ്ങനെ ഇവർക്ക് നൽകിയിട്ടുള്ളത്. പറഞ്ഞ് വിശ്വസിപ്പിക്കുക, പഞ്ചായത്തിൻ്റെ സംവിധാനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പഞ്ചായത്തും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള അവർക്കൊക്കെ ഏറ്റവും അടുത്തിടപെടാൻ വേണ്ടി കഴിയുന്ന ആൾക്കാരെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, അവരുടെയൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാ ജനങ്ങളും അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി അവരൊക്കെ പെട്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ കുറേ പ്രൊമോട്ടർമാരും നിഷ്കളങ്കരായ അവരും പെട്ടുപോയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചില കോർഡിനേറ്റർമാർക്കൊക്കെ ഇതിനകത്തുള്ള ചില ബന്ധങ്ങളൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. സാധാരണപ്പെട്ട ജനങ്ങൾ വളരെ സങ്കടത്തോടു കൂടി ഈ വാർത്ത നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ നിരവധിയായിട്ടുള്ള കോളുകൾ നമ്മുടെ മൊബൈലിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ശ്രീകണ്ഠാപുരത്തുള്ള ഒരു സ്ത്രീ വിളിച്ച് വളരെ സങ്കടകരമായി സംസാരിച്ച ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും
വലിയ തട്ടിപ്പാണ്. കണ്ണൂരിൽ മാത്രം ഏകദേശം 2000-ലധികം പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ 150-ലധികം തന്നെ പരാതികൾ അവിടെ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ആ പണം മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കോടിക്കും 2 കോടിക്കും ഇടയിലുള്ള തുക ഉണ്ടാവും എന്നുള്ളതാണ്. അർജുൻ, CPM-ന് തന്നെ വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വളപട്ടണം പോലൊരു സ്ഥലത്തൊക്കെ പ്രാദേശിക CPM നേതാക്കൾ അറിയാതെ ഈ തട്ടിപ്പ് നടത്താൻ പറ്റുമോ? മറ്റുള്ള ഇടങ്ങളിൽ കോൺഗ്രസും BJP-യിലെ നേതാക്കളുമൊക്കെയാണ് ഇരയായതെങ്കിൽ ഇവിടെ പ്രാദേശിക CPM നേതാക്കളും ഈ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ വലയിൽ വീണിട്ടുണ്ടോ? അരുണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ നേതാക്കളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതിൻ്റെ ഭാഗമാക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവർ ആരും ഇതൊരു തട്ടിപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തവരല്ല. ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ വരുന്നത് അഴീക്കോട് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അഴീക്കോട് MLA ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇരിക്കൂറിൽ സജീവ് ജോസഫ് MLA പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ MLA-മാരും ഇതിൻ്റെ ജനപ്രതിനിധികളൊക്കെ ഇതിൻ്റെ ഭാഗമാവുന്നത് ഇവരെ പറഞ്ഞ് ബോധിപ്പിച്ച് ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയാണ്. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി നൽകുകയാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു പരിപാടിയാണ്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവരെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ചിത്രവും ഫോട്ടോയും ഒക്കെ ഉൾപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ഈ തട്ടിപ്പിനുള്ള ഒരു ഉപകരണമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ മാറ്റുന്ന ഒരു വലിയ, അതായത് ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പിൻ്റെ ഒരു പുതിയ മുഖം എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനമാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന പോലെ നേരിട്ട് ബന്ധമുള്ള നേതാക്കൾ ആരും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്നത് പോലെ നേരത്തെ ചില നേതാക്കളെയൊക്കെ പറഞ്ഞല്ലോ, അതായത് ചിത്രങ്ങളും ഫോട്ടോയും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളെയൊക്കെ മന്ത്രിമാരെയൊക്കെ സമീപിച്ചതുപോലെ MLA-മാരെയും പഞ്ചായത്ത് പറയുകയാണ്. അനന്തകൃഷ്ണന്റെ പരിപാടികളിൽ പങ്കെടുത്ത നേതാക്കൾ, പ്രതിപക്ഷ നേതാവടക്കം, കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം, KT ജലീലടക്കം, ഹൈബിയുടെ MP അടക്കമുണ്ട്. ഇപ്പോൾ J. പ്രമീള ദേവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. J. പ്രമീള ദേവി, വെരി ഗുഡ് മോർണിംഗ്. J. പ്രമീള ദേവി, താങ്കൾക്കെതിരെ ഒരു പരാതിയായിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഗീതാകുമാരി. താങ്കളുടെ ഈ PA ആയിരുന്നോ നമ്മുടെ ഈ അനന്തകൃഷ്ണൻ? അല്ല 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 ഡോക്ടർ അരുൺകുമാർ, ഞാൻ താങ്കളുടെ പരിപാടി സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതാരൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഞാൻ വനിതാ കമ്മീഷൻ മെമ്പർ ആയിരുന്ന സമയത്ത് അനന്തകൃഷ്ണൻ വേണ്ടിയപ്പോൾ പല പരിപാടികളിലും ഒരു അനന്തകൃഷ്ണൻ അക്കാലത്ത് കേരള സർക്കാരിന്റെ യുവകർഷക പുരസ്കാരമോ അങ്ങനെ എന്തോ ഒന്ന് കിട്ടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അനന്തകൃഷ്ണൻ ഉമ്മൻചാണ്ടി സാർ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുന്നത്. PJ ജോസഫ് സാറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ എന്തോ ഒരു സോഷ്യൽ സൊസൈറ്റിയിൽ ഇവൻ വളരെ ആക്റ്റീവായിരുന്നു. ആ സമയങ്ങളിൽ അനന്തകൃഷ്ണൻ എൻ്റെ ഒപ്പം പല പരിപാടികളിലും പങ്കെടുക്കാൻ എത്തിയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു PA ഉണ്ടായിരുന്നില്ല. PA ഉള്ളത് സർക്കാർ തീരുമാനിക്കുന്നതാണ്. വനിതാ കമ്മീഷന്റെ PA എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കുന്ന ആളാണ്, സർക്കാർ ഉദ്യോഗസ്ഥനുമാണ്. അവർ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിലാണ് ഉണ്ടാവുക. മാത്രവുമല്ല, ഈ ഗീതാകുമാരി മാഡം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ ആരോ പറഞ്ഞു എന്നോട്, ഇങ്ങനെ എന്താണ് രാവിലെ ഇയാൾ വിശ്വസ്തനാണെന്ന് ഞാൻ പറഞ്ഞത്. പണം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ആരോടും ഒന്നും പറയില്ല. എപ്പോഴെങ്കിലും ഇലക്ഷൻ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അനന്തകൃഷ്ണൻ? ഇലക്ഷൻ ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ പാലായിൽ മത്സരിക്കുന്ന സമയത്ത് നാനാതരത്തിൽപ്പെട്ട ആളുകൾ അവിടെ, ഇലക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത് പാർട്ടി നിശ്ചയിക്കുന്ന ആളാണ്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, മണ്ഡലം പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. ഇയാള് അവിടെ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു, അല്ലാതെ എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു പങ്കാളിത്തവുമില്ല. നമ്മളൊരാളെ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം BJP, ഇയാൾ ഒന്നാമത് BJP അല്ല, ഇയാള് BJP-യുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം, അയാളുടെ രാഷ്ട്രീയം പ്രസക്തമല്ല. അപ്പോ അങ്ങനെ ഒരാളെ നമുക്ക് ഇലക്ഷൻ ഏജന്റ് ആകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇലക്ഷനിൽ ഉണ്ടായിരുന്നത് മണ്ഡലം പ്രസിഡന്റ് തീരുമാനിച്ച ആളായിരുന്നു ഏജന്റ് ആയിട്ടുള്ളത്. ഈ ഗീതാകുമാരി മാഡം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഒരിക്കലും ശരിയല്ല. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്റെ സംശയം, അല്ല, പ്രമീള ദേവി എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അനന്തകൃഷ്ണനെ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സഹായം തേടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അനന്തകൃഷ്ണന്റെ സഹായം ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല. കാരണം അനന്തകൃഷ്ണൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളായിരുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഉത്തരവാദിത്വത്തിലുള്ള ആളായിരുന്നില്ല. മറിച്ച് അനന്തകൃഷ്ണൻ പലപ്പോഴും എല്ലാ പൊതുപ്രവർത്തകർക്കും ഒപ്പം ഉണ്ടാകാറുള്ളത് പോലെ, അദ്ദേഹം ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാ പൊതുപ്രവർത്തകർക്കും ഒപ്പം ചേർന്ന് നിൽക്കാറുള്ളത് പോലെ വനിതാ കമ്മീഷന്റെ പല പരിപാടികളിലും വന്നിരുന്നു. അന്നൊന്നും അനന്തകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു അനന്തകൃഷ്ണൻ വനിതാ കമ്മീഷനുമായി സഹകരിച്ചിരുന്നു അല്ലേ?
ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഡോക്ടർ അരുൺകുമാർ. വനിതാ കമ്മീഷനുമായി സഹകരിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല. വനിതാ കമ്മീഷന് പ്രത്യേകിച്ച് അനന്തകൃഷ്ണന്റെ സഹായം ആവശ്യമില്ല. കാരണം വനിതാ കമ്മീഷന്റെ അദാലത്തുകൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള അവിടെ നിന്നുള്ള ഡിവൈഎസ്പി അല്ലെങ്കിൽ SP, അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പൊ അനന്തകൃഷ്ണൻ ഒരു കാലത്തിലും പ്രമീള ദേവിയുടെ PA ആയിരുന്നിട്ടില്ല, ഇലക്ട്രൽ ഏജന്റും ആയിരുന്നിട്ടില്ല. ഒന്നും ആയിരുന്നിട്ടില്ല അരുൺകുമാറിൽ. PA ആയിരുന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് രേഖകൾ പരിശോധിച്ചറിയാം. ഒരു തരത്തിലുള്ള ഒരു സംശയം കൂടി, ഈ ഗീതാകുമാരിയുടെ 25 ലക്ഷം രൂപയുടെ ഇടപാട് താങ്കൾക്ക് അറിയാമായിരുന്നോ പ്രമീള ദേവി? എനിക്കറിയില്ല. ഗീതാകുമാരിയുടെ പണം പോയതായിട്ട് ഏതോ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു വനിതാ കമ്മീഷന്റെ മീറ്റിംഗിലാണോ, വനിതാ കമ്മീഷൻ അല്ല BJP മീറ്റിംഗിലാണോ എന്നറിയില്ല. അവരെന്നോട് വിളിച്ചിട്ട് അവരുടെ പണം ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നോട് അവര് പറഞ്ഞതാണോ അല്ല, ക്ഷമിക്കണം, അതെന്റെ ഓർമ്മ എനിക്ക് ഏതായാലും ഈ വിവരം, ഈ പണം പോയി എന്നുള്ള വിവരം ഞാൻ വളരെ പിന്നീട് അറിഞ്ഞതേ ഉള്ളൂ. പണം കൊടുക്കുന്നതിന് മുമ്പ് അവരെന്നോട് ചോദിച്ചില്ല, പണം കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒരാളോട് മറ്റൊരാൾക്ക് പണം കൊടുക്കാൻ പറയില്ല. നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുക അരുൺകുമാർ, ആരുടെ പണം വാങ്ങിയാ കൊടുക്കില്ലയോ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? മാത്രമല്ല അതിന് മാത്രമുള്ള ഒരു ആത്മബന്ധം എനിക്ക് ഈ കുട്ടിയോട്, ഈ പയ്യനോടുണ്ടായിരുന്നില്ല. അയാളുടെ ക്യാരക്ടർ, അയാളുടെ സാമ്പത്തിക കാര്യങ്ങളിലെ വിശ്വസ്തത, ഇതൊക്കെ നമുക്ക് ഉറപ്പാക്കാനുള്ള ഒരു പരിചയമൊന്നും. ഒരു കാര്യം കൂടി, ഈ അനന്തകൃഷ്ണനുമായിട്ട് എപ്പോഴെങ്കിലും സാമ്പത്തിക ഇടപാട് താങ്കൾക്കുണ്ടായിരുന്നു? ഇല്ല, എനിക്കൊരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നില്ല. എന്നോടൊരു സാമ്പത്തിക ഇടപാടിലേക്കും അയാളെ ക്ഷണിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാനുമായിട്ടുണ്ടായിരുന്നില്ല. ഈ ഏതെങ്കിലും പരിപാടിയിൽ, അനന്തകൃഷ്ണന്റെ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും ഇല്ല. അനന്തകൃഷ്ണന്റെ ഈ സ്കൂട്ടർ പരിപാടികളിൽ ഒന്നിനും ഒരിക്കലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒരു പരിപാടികളിലും സ്കൂട്ടർ കൊടുക്കുക, ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങൾ പത്രത്തിലാണ് അറിയുന്നത്. ഇത്തരം പരിപാടികളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഈ AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന ഇതിൽ പങ്കാളിയായിരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ താങ്കൾക്ക് അറിയാമായിരുന്നു പ്രമീള ദേവി? എനിക്കറിയില്ല. എനിക്ക് അനന്തകൃഷ്ണനുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. AN രാധാകൃഷ്ണനുമായിട്ട് രാഷ്ട്രീയത്തിൽ പരിചയമുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ സംഘടനയെ കുറിച്ചും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഉഷാകുമാരി ഗീതാകുമാരി താങ്കളുടെ പേര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണോ? അതെനിക്ക് അറിയില്ലല്ലോ ഡോക്ടർ അരുൺകുമാർ. നമ്മൾ അറിയാത്തൊരു കാര്യം എങ്ങനെയാ പറയുന്നത്? അസത്യമാണ്, വാസ്തവമല്ല എന്നെനിക്കറിയാം. പക്ഷേ അനന്തകൃഷ്ണനെ അറിയാം. വനിതാ കമ്മീഷനിൽ താങ്കൾ ഉണ്ടായിരുന്ന സമയത്ത് പല പരിപാടികളിലും വന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷെ അത് താങ്കളുടെ ക്ഷണം മൂലമല്ല വന്നിരിക്കുന്നത് അല്ലേ അനന്തകൃഷ്ണൻ? എന്റെ ക്ഷണം മൂലമല്ല. ഇയാള് ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ പരിപാടികളിൽ നിന്ന് അവാർഡും ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് അയാൾക്കൊരു പൊതുപ്രവർത്തകനാകാൻ താല്പര്യമുണ്ടെന്നുള്ള നിലയ്ക്ക് ഞാനും കൂടി ഈ പരിപാടി വന്നൊന്ന് കണ്ടോട്ടെ, ഞാനും കൂടെ വന്നൊന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചാൽ അതുപോലെ അനന്തകൃഷ്ണൻ മാത്രമല്ല മറ്റു പലരും വരികയും വനിതാ കമ്മീഷന്റെ അദാലത്തുകളും മറ്റും നടക്കുമ്പോൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വേറൊരു കുഴപ്പം കണ്ടിട്ടില്ല. അതിൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു, കാണുന്നു, പങ്കെടുക്കുന്നു. അതൊരു പൊതുപരിപാടിയാണല്ലോ ഡോക്ടർ അരുൺകുമാർ. ഇതൊന്നും നമ്മളെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തുന്ന സാധനങ്ങളല്ലല്ലോ വനിതാ കമ്മീഷന്റെ വലിയ മീറ്റിങ്ങുകൾ. അതിലിപ്പോ ആർക്കും വന്ന് പങ്കെടുക്കാം. അതിൽ നിന്ന് വിവരം കിട്ടുന്നതിന് കുഴപ്പമില്ല. ഇയാൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നു ഇയാൾക്ക് IAS എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു പൊതുജന സമ്പർക്ക പരിപാടി എന്ന നിലയ്ക്ക് ഹൈലി ഇൻഫോർമേറ്റീവ്, എൻലൈറ്റനിങ് ആണ്. ആയിക്കോട്ടെ, നമുക്കിപ്പോ അതിലൊന്നും വിരോധമില്ലല്ലോ. അതിലൊക്കെ ആളുകൾ വന്ന് പങ്കെടുക്കുകയോ അറിയുകയോ ചെയ്യുന്നതല്ലേ നല്ലത്. അത്രയൊക്കെ നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. ഓക്കെ, താങ്ക് യു പ്രമീള ദേവി. പ്രമീള ദേവി എന്ന പേര് കേട്ടപ്പോൾ നമ്മൾ ആദ്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കാണ് പോയത്. അത് ആ പ്രമീള ദേവിയല്ല എന്നതുകൂടി നമ്മൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. പ്രമീള ദേവി ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഗീതാകുമാരിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ് പ്രമീള ദേവി ചെയ്യുന്നത്. പ്രമീള ദേവി പറയുന്നു തൻ്റെ PA ആയിരുന്നില്ല, തൻ്റെ ഇലക്ട്രൽ ഏജന്റ് ആയിരുന്നില്ല. പക്ഷേ പറഞ്ഞത് സംസ്ഥാന ഭാരവാഹി കൂടിയായ, സംസ്ഥാന പ്രതിനിധി, BJPയുടെ സംസ്ഥാന പ്രതിനിധി കൂടിയായ ഗീതാകുമാരിയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരെ പ്രമീള ദേവിയെ വിളിച്ച് ആ കാര്യത്തിലൊരു ക്ലാരിറ്റി തേടിയത്. ഗീതാകുമാരി പറയുന്നത് ഇവർക്കൊക്കെ ബന്ധമുണ്ട് എന്ന നിലയിലാണ്. മാത്രവുമല്ല പ്രമീള ദേവിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അനന്തുവെന്നും KN ഗീതാകുമാരി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ പ്രമീള ദേവി നിഷേധിക്കുന്നത്. സത്യങ്ങൾ പുറത്തു വരട്ടെ. പ്രിയപ്പെട്ടവരെ, അനന്തകൃഷ്ണനെതിരെ കണ്ണൂരിലും മാത്രമല്ല കേരളമുടനീളം പരാതിയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് അനന്തകൃഷ്ണന്റെ ഓപ്പറേഷന്റെ രീതി എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. CSR ഫണ്ട് തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് അന്വേഷിക്കുക.
അന്വേഷണ ചുമതല കൊച്ചി യൂണിറ്റിന് നൽകും. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലുള്ളത് 3 കോടി രൂപ മാത്രമാണ് നിലവിൽ. ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്? തട്ടിപ്പ് 350 കോടിയല്ല, അതിനും കൂടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓരോ ഇടങ്ങളിൽ നിന്നായിട്ട് തട്ടിപ്പിനിരയായവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളപട്ടണത്ത് മാത്രം 150 പേര് പോയി. അപ്പോൾ മൊത്തത്തിൽ ഒരു 600 കോടി കടക്കാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണം വിപുലമാക്കുമോ റോഷി? ഡോക്ടർ അരുൺകുമാർ, ഈ അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. കാരണം പോലീസ് ആസ്ഥാനത്ത് ഇതുവരെ 6 പരാതികളാണ് ലഭിച്ചത്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകുക. ഉടൻ തന്നെ അത് സംബന്ധിച്ച ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് ഇറങ്ങും. നിലവിൽ 15 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരം. വിവിധയിടങ്ങളിലായി 100 കണക്കിന് പരാതികൾ. അത് തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലെ 14 സംഘങ്ങൾ രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 1000കണക്കിന് ആളുകളാണ് സംസ്ഥാനത്ത് ഉടനീളം തട്ടിപ്പിനിരയായത്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും അനന്തകൃഷ്ണന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് എന്ന് പോലീസ് പറയുന്നു. അതിന് അപ്പുറത്തേക്ക് മറ്റു ജില്ലകളിലൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പോലീസ് ആസ്ഥാനത്തേക്ക് പരാതി വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് മാത്രം 2 പരാതികൾ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്തും ആലപ്പുഴയിൽ നിന്നൊക്കെ പോലീസ് ആസ്ഥാനത്തേക്ക് പരാതികൾ വന്നു തുടങ്ങി. അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെയുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ആസൂത്രണം ചെയ്യുന്നത്. 5 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പ് നടന്നതുകൊണ്ടാണ് ഈ തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത്. ഏതാണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി ഒരു പക്ഷേ 1000 കോടി കവിയുമോ എന്ന ഒരു സംശയം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നു. തിരുവനന്തപുരത്ത് അടക്കമുള്ളവരുടെ പട്ടിക, ഈ തട്ടിപ്പിനിരയായവരുടെ പട്ടിക ശേഖരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ സ്കൂട്ടർ മാത്രമല്ല, ഇരുചക്ര വാഹനത്തിനപ്പുറത്തേക്ക് ഭക്ഷ്യകിറ്റ്, സ്കൂൾ കിറ്റ്, തയ്യൽ മെഷീൻ അടക്കം പലതും പകുതി വിലക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഉപയോഗിച്ചത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ഒരുമിച്ചുള്ള ചിത്രങ്ങൾ. പല പരിപാടികളിലും ഇവരെ മുഖ്യാതിഥികളായി ക്ഷണിച്ചതിന് ശേഷം ആ ചിത്രങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് വിശ്വാസ്യത ആർജിച്ചത്. അങ്ങനെയാണ് ഈ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയായത്. പോലീസുകാരടക്കം തട്ടിപ്പിനിരയായി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റോഷി. പോലീസുകാരടക്കമാണ് ഈ തട്ടിപ്പിനിരയായിരിക്കുന്നത് എന്നാണ് റോഷി പറയുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി ചെറുതല്ല. ഒരു ക്ലബിൽ സാധനം വാങ്ങാമെന്ന് പറഞ്ഞു തുടങ്ങിയ തട്ടിപ്പാണ് അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി. മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ അടക്കം അതിൽ പങ്കാളികളാക്കി മാറ്റി. ചില രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് അനന്തകൃഷ്ണൻ വ്യാപകമായി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ തട്ടിപ്പിന്റെ കൂടുതൽ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പിനിരയായ കണ്ണൂർ അഴീക്കൽ സ്വദേശി അനില നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇന്ന് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. നമുക്ക് ഡൽഹിയിലേക്ക് കൂടി പോകണം. അതിനു മുമ്പ് തട്ടിപ്പിന്റെ ഈ കഥയുടെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അനില നമുക്കൊപ്പം ചേരുന്നു. അനില, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം അനില. ഗുഡ് മോർണിംഗ്. നമസ്കാരം. അനില എന്ത് ചെയ്യുന്നു? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ അനന്തകൃഷ്ണനെ എങ്ങനെയാ പരിചയം? അനന്തകൃഷ്ണനെ നിങ്ങൾക്ക് പരിചയമില്ല. നമ്മൾ പ്രൊമോട്ടർമാരാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ഏത് പ്രൊമോട്ടർമാർ? പഞ്ചായത്തിലെ പ്രൊമോട്ടർമാരോ? നമ്മളെ അഴീക്കോട് ബ്ലോക്കിലുള്ള പ്രൊമോട്ടർ ആണല്ലേ. അവർ വന്ന് എന്താ പറഞ്ഞത് അനിലെടുത്ത്? എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പകുതി പൈസക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്, പിന്നെ വേണമെന്ന് ചോദിച്ചിട്ട് വന്നതാണ്. ആദ്യമൊക്കെ ഞാൻ വിട്ടില്ലായിരുന്നു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ലാഭമല്ലേ, പകുതിയല്ലേ കൊടുക്കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഒരു പ്രൊമോട്ടർ വന്ന് പറയുന്നു പകുതി പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആരുടെ കയ്യിലാണ് ഈ പൈസ കൊടുത്തത്? എത്ര രൂപ കൊടുത്തു? എൻ്റെത് ഏകദേശം 80,000 രൂപയോളം വരും. 80,000 രൂപ കൊടുത്തു. ഈ പ്രൊമോട്ടറുടെ കയ്യിലാണോ പൈസ കൊടുത്തത്? അല്ല, അവർ തരുന്ന അക്കൗണ്ടിലേക്കാണ് നമ്മൾ അയച്ചു കൊടുത്തത്. അത് ഏത് അക്കൗണ്ടായിരുന്നു? ആരുടെ പേരിലുള്ള അക്കൗണ്ടായിരുന്നു? സീഡിന്റെ അക്കൗണ്ടായിരുന്നു? സീഡിൻ്റെ അല്ല, വേറൊരു അക്കൗണ്ടാണ്. അവർ കണ്ണൂർ കാനറ ബാങ്ക് പോയിട്ടാണ് നമ്മളത് കൊടുത്തത്.
അത് ഞാനല്ല കൊടുത്തത്, ഞാൻ നാട്ടിലുണ്ടായിട്ടില്ലായിരുന്നു. അവർ ലാസ്റ്റ് ഡേറ്റിനാണ് ഞാൻ കൊടുത്തത്. അനില ആദ്യം വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് അത് വിശ്വസിക്കാൻ കാരണം എന്താണ് അനില? ലാപ്ടോപ്പ് കുറേയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ പ്രൊമോട്ടർക്ക് അവർക്കൊരു വണ്ടി കിട്ടി, അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വിശ്വസിപ്പിച്ചത്. ആ പ്രൊമോട്ടർ വണ്ടി കാണിച്ചു, ഈ വണ്ടി എനിക്ക് അങ്ങനെ കിട്ടിയതാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു അല്ലേ? കാണിച്ചു, കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു. എത്ര രൂപയുടെ വണ്ടിയെ തരാമെന്ന് പറഞ്ഞു? 1,60,60,000 രൂപയുടെ വണ്ടിക്ക് 80,000 രൂപ തരാൻ പറഞ്ഞു അല്ലേ? അല്ലല്ല, 1,20,000 രൂപേൻ്റെ വണ്ടിയാണ്. പകുതി പൈസ 600, അല്ല 60,000, സോറി 60,000. 80,000 അല്ല കൊടുത്ത, അതുകൂടാതെ വാഷിംഗ് മെഷീന്, അത് പിന്നെ 60,000ആണ് 2 വീലറിന് കൊടുത്തത്. പിന്നെ ഗൃഹോപകരണ സാധനം എന്ന് പറഞ്ഞിട്ട് 2 വാഷിംഗ് മെഷീന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോൾ ഒരു വാഷിംഗ് മെഷീന് 10,000 രൂപ വീതം അല്ലേ? അപ്പോൾ 2 വാഷിംഗ് മെഷീൻ 20,000. 20,000 രൂപയുടെ വാഷിംഗ് മെഷീൻ കിട്ടുമെന്നാണ്. അതെ. അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സംശയം വരില്ലേ? ഈ വാഷിംഗ് മെഷീൻ പകുതി പൈസക്ക് കിട്ടും? അല്ല, നമുക്ക് ആദ്യം പിന്നെ ഓണക്കിറ്റ് തന്നിരുന്നു. 3,000 രൂപേൻ്റെ ഓണക്കിറ്റ് 1,500 രൂപക്ക് തന്നിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത്. അതുകൂടാതെ പിന്നെ കിറ്റ്, നമ്മളെ കുട്ടികളെ ബുക്ക്, ബാഗ്, അതെല്ലാം 2,000 രൂപേൻ്റെ സാധനം. അതെല്ലാം ഈ പ്രൊമോട്ടർ മുഖേനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ അനന്തകൃഷ്ണന്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നോ ഈ പ്രൊമോട്ടർമാര്? പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഗ്രൂപ്പിൽ അതൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ അനന്തകൃഷ്ണൻ എപ്പോഴെങ്കിലും നേരിട്ട് സംസാരിക്കുകയോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മളോട് ആരോട് സംസാരിച്ചിട്ടില്ല. ഓക്കെ. ഈ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും സംസാരിക്കുകയോ അവരുടെ ചിത്രങ്ങൾ എന്തെങ്കിലും അനന്തകൃഷ്ണൻ കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പ്രൊമോട്ടർമാരോ ആരെങ്കിലും? അവര് പിന്നെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ MLA സുമേഷ് സാറാണല്ലോ. പിന്നെ പാർട്ടിക്കാർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അറിയുന്ന ആൾക്കാർ. അപ്പോൾ അവരെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരിക്കലും വിചാരിക്കുന്നില്ല. പാർട്ടി പ്രവർത്തകരും MLA ഒക്കെ ഉദ്ഘാടനം ചെയ്ത പ്രോജക്റ്റ് ആയതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് MLA ആണോ? അഴീക്കോട് MLA സുമേഷ് ആണോ? MLA സുമേഷാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കൂടുതൽ വിശ്വാസം വന്നു. ഈ പൈസ പോയി എന്ന് എപ്പോഴാണ് മനസ്സിലായത്? പൈസ പോയി നമ്മൾ ഏകദേശം 1 മാസം മുമ്പേ നമുക്ക് മനസ്സിലായിരുന്നു. ഒരു 2 മാസം മുമ്പ് ഒരു പേപ്പറിലൊരു ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പൈസ കൊടുക്കുന്നത് എന്താണില്ല, നിങ്ങൾ ഈ 60,000 രൂപ സ്കൂട്ടറിനും 10,000 രൂപ വെച്ച് 2 വാഷിംഗ് മെഷീനായിട്ട് 20,000 രൂപ, അങ്ങനെ 80,000 രൂപ കൊടുക്കുന്നത് എന്നാണ്? നമ്മൾ ഓഗസ്റ്റ് മാസമാണ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് എത്ര ദിവസങ്ങൾക്കുള്ളിൽ തരാമെന്നാണ് പറഞ്ഞിരുന്നത്? 100 ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റിൽ കൊടുത്തു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ നിങ്ങൾ കാത്തു. പിന്നീട് ചോദിച്ചില്ലേ? ചോദിച്ചു, നമ്മൾ നവംബറിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അവർ പറഞ്ഞു എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അതിനു മുമ്പിൽ കലക്ട്രേറ്റ് മൈതാനം ബുക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾ സ്ത്രീകളെല്ലാവരും വൈറ്റും ഇട്ടിട്ട് വരണം, നിങ്ങൾക്ക് തന്നെ വണ്ടിയിൽ നിങ്ങൾ ഓടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വാഗ്ദാനം തന്നു. പ്രൊമോട്ടർ പറഞ്ഞു വൈറ്റും ഇട്ട് വരണം, വൈറ്റും ഇട്ട് വന്ന് വണ്ടി ഓടിച്ചു പോകണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അടിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കലക്ട്രേറ്റിൽ ബുക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന ദിവസം കൊണ്ട് ബുക്ക് ചെയ്യും. ഓരോ തവണ ഓരോരോ എക്സ്ക്യൂസ് അവർ പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ നീണ്ടു പോയത്. പിന്നെ അതിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ സംസാരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് കയർത്ത് കയറുകയെന്ന്. പിന്നെ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഈ പ്രൊമോട്ടർമാരോ? പ്രൊമോട്ടർമാർ. ഈ പ്രൊമോട്ടർമാർക്ക് ഇതിലെന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയതായിട്ട് കരുതുന്നുണ്ടോ? അന്നില്ല. ഇന്ന് ഇത്ര വരെ നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്കറിയാൻ പറ്റിയത്, നമ്മൾ അഴീക്കലൊരു പിന്നെ പ്രൊമോട്ടർ, അഴീക്കോടാന്ന് തോന്നുന്നു പ്രൊമോട്ടർ, പിന്നെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പോൾ അവരിപ്പം ബാങ്കിൽ പിന്നെ ക്യാഷ് അടക്കാൻ പോലും അവർക്ക് പറ്റാത്തതാണ്. അവരിപ്പോൾ ഫുൾ ക്യാഷും അടച്ചു എന്നൊക്കെ ഒന്ന് അറിഞ്ഞു. സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്തായാലും പരാതി കൊടുത്തു അല്ലേ? തക്കീന എന്ന് പറഞ്ഞിട്ട് പരാതി 2 ദിവസമായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ നിന്നു. നമ്മൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് പറയുമ്പോഴേക്ക് ഉച്ചക്ക് CA പറഞ്ഞു നിങ്ങൾ പിന്നെ അവിടത്തേക്ക് പോകണ്ട, അവർ കേസ് ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ വല്ലതും കിട്ടാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? ഇവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ ബാക്കിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ?
ഇപ്പം മിനിഞ്ഞാന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 155 ആൾക്കാരോളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് ഈ രാജാമണി എന്ന് പറഞ്ഞ അവർ വന്നിട്ടുള്ളത്. അവർ നമ്മൾ രാവിലെ 11 മണിക്ക് അവരെ പ്രൊമോട്ടർമാരെ വിളിക്കും. ആ സമയത്ത് 10 മണിക്ക് റീന. ഓക്കെ, അവരേതെങ്കിലും പാർട്ടിയിലോ? ഓക്കെ, ശരി. പ്രൊമോട്ടറാണ് റീന എന്ന് പറയുന്ന പ്രൊമോട്ടറാണ് ചേർത്ത്. ഇങ്ങനെ ഒരുപാട് പ്രൊമോട്ടർമാർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അല്ലേ? ഒരു 6 പ്രൊമോട്ടർമാരുണ്ട്. ഈ ചേർത്താൽ 5000 രൂപ കിട്ടും, അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നു? ഈ ഗ്രൂപ്പിൽ ചേർത്താൽ 5000 രൂപ കിട്ടും, അങ്ങനെ എന്തെങ്കിലും ആ സ്കീം ഉണ്ടായിരുന്നതായിട്ട് അറിയാമായിരുന്നു? ഇല്ല, അതൊന്നും അറിയില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ഓ, ചേർക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ? അത് നമ്മൾ ഇവിടെ നിന്നല്ല ചോദിച്ചാൽ, നമ്മൾ സ്കൂട്ടർ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവർ ചോദിക്കുന്നുണ്ട് ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന്. ഓക്കെ, മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് എന്തായാലും തന്നെ ഇപ്പൊ പൈസയെ പോയുള്ളൂ, അല്ലെങ്കിൽ മാനം കൂടെ പോയേനെ. എന്തായാലും പൈസ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അനില ഉള്ളത്. കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാനും കുറേ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേർക്കാൻ വേണ്ടി, പക്ഷെ ആരും ഇതാക്കാത്തോണ്ട് പെട്ടിട്ടില്ല, ഒന്നിലും പെട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു അനില. എന്തായാലും പൈസ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം, അല്ലാതെ എന്ത് പറയാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കണ്ണൂരിൽ മാത്രമല്ല, നമുക്കിത് കിട്ടുക തന്നെ വേണം. ഒരുപാട് പറഞ്ഞോളൂ. ഒരുപാട് സ്ത്രീകൾ പിന്നെ പണയം വെച്ചും പിന്നെ ഗോൾഡ് പണയം വെച്ചിട്ടും പുറത്ത് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ നാണക്കേടുള്ള ആൾക്കാരായിട്ട് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അനിലെ പോലെ പുറത്തിറങ്ങി കൃത്യമായി നമുക്ക് നാണക്കേടൊന്നുമല്ല, ചെയ്ത് വലിയ വലിയ ആൾക്കാർ തന്നെ പെട്ടിട്ടുള്ളത്. അതെ, വലിയ വലിയ ആൾക്കാർ പറ്റിയിട്ടുണ്ട്, പോലീസുകാർ തന്നെ പെട്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി വരിക, അനന്തകൃഷ്ണനെതിരെയും ഈ പറയുന്ന തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെയും കൃത്യമായി പരാതി കൊടുക്കുക, പൊതുസമൂഹത്തോട് വിളിച്ചു പറയുക, ഇവരെയൊക്കെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുക. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. താങ്ക് യു അനില, അർത്ഥത്തിൽ നമ്മളോട് സഹകരിച്ചതിനും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും. ഇങ്ങനെയാണ് ഈ അനന്തകൃഷ്ണനും സംഘവും തട്ടിപ്പ് നടത്തുന്നത്. അനില പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. പ്രൊമോട്ടർമാരെ ഉപയോഗിക്കും, അവിടെയുള്ള MLA-യോ അതേപോലെ അവിടെ സ്വാധീനശേഷിയുള്ള മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ എടുത്ത് കാണിക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അവരാണ്, ഇന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തത് ഇവരാണ്, ഇന്ന പരിപാടിയിൽ പങ്കെടുത്തത് ഇവരാണ് എന്ന് പറഞ്ഞ് വിശ്വാസമുണ്ടാക്കും. വിശ്വാസമുണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ 60,000 തന്നാൽ 1,20,000 ആക്റ്റീവ് ആ വീട്ടിലെത്തി, വെള്ള ഇട്ടിട്ട് വരണം കേട്ടോ, ഓടിച്ചു തന്നെ പോകണം, വേറെ ആരും കൊണ്ട് ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിലെടുക്കും. എന്നിട്ട് ആദ്യം ഓണക്കിറ്റ് കൊടുത്തു, 1500 ഓണക്കിറ്റ് 3000 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ കുറച്ച് വിശ്വാസമായി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തയ്യൽ മെഷീൻ കൊടുത്തു, അപ്പോൾ കുറച്ചുകൂടി വിശ്വാസമായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നു, ഇനി സ്കൂട്ടർ വേണോ, 60,000 താ, അങ്ങനെ അത് കൊടുത്തു, പെട്ടു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വിദഗ്ധമായിട്ടാണ് അനന്തകൃഷ്ണനും സംഘവും ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിൽ എന്താണ് AN രാധാകൃഷ്ണൻ്റെ പങ്ക് എന്നുള്ളത് ഇനി തെളിയേണ്ടതാണ്. അതിൽ എന്താണ് ലാലി വിൻസെന്റ് എന്ന കോൺഗ്രസ് നേതാവിൻ്റെ പങ്ക് തെളിയേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വന്നേ മതിയാവും. അനന്തകൃഷ്ണനെതിരെ ആലപ്പുഴയിൽ പരാതി പ്രവാഹമാണ്. തൃക്കുന്നപ്പുഴ, ഹരിപ്പാട്, കായംകുളം മേഖലയിൽ വ്യാപക തട്ടിപ്പാണ് നടന്നത്. CDS, ADS കുടുംബശ്രീകൾ വഴിയാണ് തട്ടിപ്പിന് കളമൊരുങ്ങിയത്. പ്രാദേശിക ജനപ്രതിനിധികൾ വരെ തട്ടിപ്പിനിരയായവരിൽ ഉൾപ്പെടുന്നു. പ്രതികരണം കേൾക്കാം. ഇതിനൊരു വിശ്വാസ്യത വരുന്നതിന് വേണ്ടി കായംകുളത്തിൻ്റെ MLA അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം ഈ തയ്യൽ മിഷൻ്റെ വിതരണവും ഇതിൻ്റെ സീഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നടത്തിയത്. ഈ കാര്യത്തിൽ വനിതകൾക്ക് കിട്ടുന്ന ഒരു സൗജന്യമായി അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു ആശ്വാസ പദ്ധതി എന്ന നിലയിൽ പലരും ചോദിച്ചപ്പോൾ ചേരുന്നോ, കുഴപ്പമില്ല, MLA ഉദ്ഘാടനം ചെയ്തതല്ലേ എന്നൊക്കെ ഞങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാർഡിൽ നിന്ന് 15-ൽ പരം ആളുകൾ ഇപ്പോൾ ബൈക്കിന് വേണ്ടി 60,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. ADS-നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നത്. കൗൺസിലർമാരോടൊപ്പം തന്നെ വിലമതിക്കുന്ന അവരുടെ വാക്കുകൾക്ക് വിലയുള്ളതാണ്. അവരിലൂടെയാണ് ഈ തട്ടിപ്പ് ഈ സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയിരിക്കുന്നത്. കുടുംബശ്രീയിലെ സ്ത്രീകളാണ് കൂടുതൽ ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. കുടുംബശ്രീ കരുവാക്കിക്കൊണ്ട് ADS-മാരെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ടർമാരായിട്ട് എടുക്കുക. നമ്മുടെ ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പൈസ മൊത്തം 614 പേരുടെ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന വീട്ടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുന്നതാണ്, അതുകൊണ്ട് എല്ലാവരും ചേർന്നെന്നും പറഞ്ഞിട്ട് പ്രൊമോട്ടർമാരാണ് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ പ്രൊമോട്ടർമാർക്ക് 10 പേർക്ക് നമ്മുടെ കതിശ അടിച്ചൊത്തിച്ച് വണ്ടി കൊടുത്തായിരുന്നു. വണ്ടി കൊടുത്തപ്പോൾ നമ്മുടെ MLA അതിനകത്ത് ഉദ്ഘാടനം ചെയ്ത്. അപ്പോൾ ഈ MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആൾക്കാർ വിചാരിച്ചത് തട്ടിപ്പല്ല, MLA അല്ലേ ഉദ്ഘാടനം ചെയ്തെന്ന്. 1,20,000 രൂപയുടെ വണ്ടിക്ക് 60,000 രൂപ അടച്ച്, പിന്നെ 12,000 രൂപയുടെ മെഷീൻ 6,000 രൂപ അടച്ച്. മെഷീൻ ഏതാനും ചില ആൾക്കാർക്കൊക്കെ കിട്ടി. അപ്പോൾ ഈ വണ്ടി നമ്മുടെ പലർക്കും കിട്ടിയതായിട്ട് നമ്മളൊരു അറിവില്ല. നമ്മുടെ ഈ പ്രദേശത്ത് കിട്ടില്ല, പ്രൊമോട്ടർമാർക്ക് മാത്രം കിട്ടി. ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ച് പേർക്ക് കിട്ടി. ശരത്ത് SS ചേരുന്നുണ്ട്. ശരത്ത്, ഇവിടെ കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്.
വിദഗ്ധമായി പ്രൊമോട്ടർമാരെ ഉൾപ്പെടുത്തുക, MLA-മാരെ വെച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വിശ്വാസം ഉണ്ടാക്കുക. ഈ രീതിയിലാണ് ആലപ്പുഴയിലും തട്ടിപ്പ് നടന്നത്, അല്ലേ ശരത്? തീർച്ചയായും അരുൺകുമാർ, അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്ന ജില്ലകളിലൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ആയിരക്കണക്കിന് പരാതികളാണ് ഓരോ സ്റ്റേഷനുകളിലും ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് തൃക്കുന്നപ്പുഴ, ഹരിപ്പാട്, കായംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ്. ഇവിടെ 100 കണക്കിന് പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അതിൽ വ്യക്തമാക്കുന്നത് അതായത് പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന ആളുകളെ അവരെ പ്രൊമോട്ടറെ യൂസ് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ്. കായംകുളത്ത് ഇത്തരത്തിൽ മുതുകുളം സ്ട്രീറ്റ് സൊസൈറ്റി എന്ന രീതിയിൽ വ്യാജ സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഉദ്ഘാടനം പ്രതിഭ MLA ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ തയ്യൽ മെഷീൻ ഉൾപ്പെടെ വിതരണം ചെയ്യുകയും ചെയ്തു. MLA ഉദ്ഘാടനം ചെയ്യുന്നു, ഒപ്പം ഇതിന്റെ തയ്യൽ മെഷീൻ ഉൾപ്പെടെ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കൂടി ആളുകൾ കണ്ടതുകൊണ്ട് തന്നെ അവരിത്തരത്തിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്നു. പലരും ഇത്തരത്തിൽ ഈ ADS-മാരെയും കൗൺസിലർമാരെയും ഒക്കെ തന്നെ അങ്ങോട്ട് സമീപിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നത് അറിയുകയും തുടർന്ന് ഇത് എങ്ങനെ ലഭിക്കുമെന്നുള്ളത് പാവപ്പെട്ട പലരും കൗൺസിലർമാരെയും ADS-മാരെയും ഒക്കെ തന്നെ സമീപിക്കുകയും അവർ ഇതിന്റെ ഭാഗമായി തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് MLA ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തട്ടിപ്പും ഇതിൽ ആരും പ്രതീക്ഷിച്ചില്ല. ഈ പറ്റിക്കപ്പെട്ടവരൊക്കെ തന്നെ പാവപ്പെട്ടവരാണ്. കാരണം പണം കടം വാങ്ങിയും പണയം വെച്ചുമൊക്കെ തന്നെ ആ ഘട്ടത്തിൽ പകുതി പണം നൽകി അങ്ങനെ തട്ടിപ്പിനിരയായവരാണ്. 3 മാസം കൊണ്ട് ഈ വാഹനമാണെങ്കിലും മറ്റ് ഗൃഹോപകരണങ്ങളാണെങ്കിലും ഒക്കെ തന്നെ 3 മാസം കൊണ്ട് പകുതി വിലയ്ക്ക് ലഭിക്കുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒന്നും ലഭിക്കാത്ത സാഹചര്യം വന്നു. ഒപ്പം കഴിഞ്ഞ 2024 മെയ്യിലാണ് ആലപ്പുഴയിൽ ഈ മുതുകുളം സീഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്രയും മാസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയതിനു ശേഷമാണ് പലരും പരാതി പോലും കൊടുക്കാൻ രംഗത്ത് വന്നത്. അതുവരെ ഇവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ആളുകൾ ഇവരെ വിശ്വസിച്ചു. ഒപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇവരും ഈ പ്രൊമോട്ടർമാരായി വരുന്നു എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ഇത് വിശ്വാസത്തിലെടുത്തു തട്ടിപ്പിന് ഇരയാകുന്ന സാഹചര്യമാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പരാതി വന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തൃക്കുന്നപ്പുഴ, ഹരിപ്പാട്, കായംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ്. പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇനിയും ചില മുഖങ്ങൾ കൂടിയുണ്ട് എന്നാണ് ചില പ്രേക്ഷകരുടെ മെസ്സേജുകളൊക്കെ എനിക്ക് വരുന്നു. ഇതിൽ സായി ഗ്രാമത്തിൻ്റെ നേരത്തെ എക്സിക്യൂട്ടീവ് ആയിരുന്ന ഒപ്പം തന്നെ ചെയർമാനും കൂടിയായിരുന്ന KN ആനന്ദ്കുമാറിന് എന്താണ് പങ്ക് എന്നത് അന്വേഷിക്കണം എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ NGO കോൺഫെഡറേഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് എന്നൊരു നോട്ടീസ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ അനന്തകുമാറിന് KN ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പരിപാടിയുമായി എന്തെങ്കിലും ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നുള്ളത് ആഴത്തിൽ അന്വേഷിക്കണം. സായി ഗ്രാമത്തിൻ്റെ ഭാരവാഹിയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പ് ചെറുതല്ല എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി. MLA-മാരെയൊക്കെ മുൻനിർത്തിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതറിയാതെ പോയി തലവെച്ചു കൊടുത്ത MLA-മാർ, എല്ലാ പാർട്ടിയിലും MLA-മാരുണ്ട്. ആ MLA-മാർ നജീബ് കാന്തപുരത്തിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ സുമേഷ് ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് MLA-മാരെ മുൻനിർത്തി, നേതാക്കന്മാരെ മുൻനിർത്തി വിശ്വസിപ്പിച്ച് പ്രൊമോട്ടർമാർ വഴിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഹൈ റിച്ച് തട്ടിപ്പ് പോലെ, മണി ചെയിൻ തട്ടിപ്പ് പോലെ, കോണി ബയോ പോലെ, ആട് മാഞ്ചിയം തട്ടിപ്പ് പോലെ മറ്റൊരു വലിയ തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരുന്നത്. നിലവിൽ 350 കോടിയാണെങ്കിലും അത് 700 കോടിയും 1000 കോടിയും കടക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ വലിയ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളമുടനീളം അനന്തകൃഷ്ണനും സംഘവും തട്ടിപ്പ് നടത്തി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. AN രാധാകൃഷ്ണൻ, ലാലി വിൻസെന്റ് എന്നീ 2 പാർട്ടികളിലെയും BJP-യുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ ഈ അനന്തകൃഷ്ണനുമായി സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടനയുമായി അനന്തകൃഷ്ണന്റെ സംഘടന സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു എന്ന് കേൾക്കുന്നു. ഫ്ളാറ്റിലെ നിത്യ സന്ദർശകനാണെന്ന് കേൾക്കുന്നു. അതേപോലെ അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസറായിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ലാലി വിൻസെന്റ് ആണെന്നും കേൾക്കുന്നു. ഫ്ളാറ്റിലെ നിത്യ സന്ദർശകയായിരുന്നു എന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വളരെ കൗശലപൂർവ്വം ഇതിൽ ഉൾപ്പെടുത്തിയായിരിക്കും അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ മറ്റൊരു ഇര കൂടിയുണ്ട്. ഇര മാത്രമല്ല, പങ്കാളി കൂടിയുണ്ട്. ആ പങ്കാളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുകയാണ്. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രധാന പങ്ക്.
കുമളിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷാണ് ഈ കക്ഷി. ഷീബ സുരേഷ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളുടെ ചുമതല കോൺഗ്രസ് നേതാവായ ഷീബ സുരേഷിനാണ്. സംഘടനയുടെ ചെയർപേഴ്സണാണ് ഷീബ സുരേഷ്. ഷീബ സുരേഷിന്റെയും അനന്തുകൃഷ്ണന്റെയും കൂടുതൽ ശബ്ദരേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കേൾക്കാം. എല്ലാ കോർഡിനേറ്റർമാർക്കും നമസ്കാരം. നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന മഹത്തരമായ പ്രസ്ഥാനം, അത് തുടങ്ങി വെച്ചിട്ടുള്ള പ്രോജക്റ്റ്, അത് അനന്തുകൃഷ്ണൻ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല. ആ സ്ഥാപനം നാളിതുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ടേൺ ഓവർ ഇങ്ങെടുത്ത് ആ ഒരു വലിയ സംഖ്യയെ പെരുപ്പിച്ച് കാണിച്ച് അത്രയും വലിയ പണത്തിന്റെ തട്ടിപ്പ് നടന്നു എന്ന വ്യാജ വാർത്ത കൊടുത്ത് അതിനെ ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിനെ കൃത്യമായിട്ട് നിയമപരമായി തന്നെ നേരിടുവാനുള്ള സമീപനമാണ് NGOs കോൺഫെഡറേഷനും കൺസൾട്ടിംഗ് ഏജൻസിയും സ്വീകരിക്കുവാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ അപേക്ഷകർ പലരും ആശങ്കപ്പെടുവാനും അവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുവാനും ഉള്ള ഒരു ഇടയുണ്ട്. അവരോട് കൃത്യമായി കോർഡിനേറ്റർമാർ കാര്യങ്ങൾ സംസാരിക്കണം. ഈ സമയത്ത് വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വരണം. അതാത് സീഡിൻ്റെ കാര്യങ്ങളിൽ കോർഡിനേറ്റർമാർ കൃത്യമായി ഇത് ചെയ്യണം. ഓഫീസ് തുറന്ന് പ്രവർത്തിക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ ആർക്കെങ്കിലും ഏതെങ്കിലും ഗുണഭോക്തൃ വിഹിതം തിരികെ വേണ്ടതുണ്ടെങ്കിൽ ക്യാൻസലേഷൻ ഫോം മേടിക്കുകയും ഒരു 3 പ്രവൃത്തി ദിനത്തിനപ്പുറം അത് തിരികെ കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണത്തിലേക്ക് നമുക്ക് നീങ്ങുകയും ചെയ്യണം. ഞാൻ എറണാകുളം ഓഫീസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഇത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ആണെങ്കിൽ തീർച്ചയായും അതിനെ നേരിട്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനന്തുവിന് ജാമ്യം കിട്ടി അനന്തു വെളിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നിരവധി കാര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനം ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാഷും കൊണ്ട് അനന്തു പോയിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ അനന്തു പോയെന്നോ അല്ലെന്നും നമുക്കറിയാം. ഡിലേ ആണ് വന്നിരിക്കുന്നത്. സാധനം കൊടുക്കുവാനുള്ള ഡിലേ വന്നു. രൂക്ഷമായിട്ടുള്ള മെസ്സേജുകൾ എനിക്കും അല്ലെങ്കിൽ കൃഷ്ണേന്ദുവിന് വരുന്നതും എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട് എല്ലാ കോർഡിനേറ്റേഴ്സും പറയുന്നത്. പക്ഷേ അനന്തു മൂവാറ്റുപുഴ സ്റ്റേഷനിലിരുന്ന് നമുക്ക് തന്ന ഒരു മെസ്സേജ്, വീണ്ടും വീണ്ടും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അനന്തുവിനെ ഇറക്കുവാൻ വേണ്ടി പല രീതിയിലും ജാമ്യം കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അനന്തുവിന് ജാമ്യം കിട്ടി അനന്തു വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അനന്തു നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആരും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ പിന്നെയുള്ള ബോർഡ് മെമ്പർമാർ മൗനം പാലിച്ചിരിക്കുന്നതുമല്ല, ഇതിൻ്റെ അടുത്ത ഘട്ടം ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അതിരൂക്ഷമാണെന്നും കൃത്യമായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമോ? കോർഡിനേറ്റർമാർക്ക് നമസ്കാരം. നമ്മളുടെ പ്രോജക്റ്റുകൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കൊടുത്തു തീരേണ്ടതായിട്ടുള്ള പ്രോജക്റ്റ് വോളിയം വളരെ വലുതാണ് എന്നതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക സമാഹരണം നിലവിലിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുകളുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തങ്ങ് പോകുന്നു എന്നതൊഴിച്ചാൽ ശാശ്വതമായ പരിഹാരം ഇതിനകത്ത് എന്താണോ ഇതിൻ്റെ ഭാരവാഹികളായിട്ട് ഇരുന്ന ആളുകൾ അവരിടയ്ക്ക് വെച്ച് പാലം വലിച്ചു പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയ CSR ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ തിരികെ പിടിക്കുന്നതിന് അതിൻ്റെതായ വൃത്തിയായ പണികൾ എടുക്കേണ്ടതുണ്ട്. എനിക്ക് ഓടാതെ നിങ്ങളുടെ കംപ്ലീറ്റ് കോളുകൾ എടുക്കുന്ന ഒരു കസ്റ്റമർ കെയർ സെൻ്റർ ആയിട്ടോ മുഴുവൻ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോഴുള്ള അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇരിക്കുവാൻ നിലവിൽ കഴിയില്ല. അത് കോർഡിനേറ്റേഴ്സ് മനസ്സിലാക്കുക. ഒന്ന്, കണ്ടിന്യൂസ് ആയ റെഗുലർ ആയിട്ടുള്ള മീറ്റിങ്ങുകളാണ്. മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എപ്പോഴും മീറ്റിങ്ങിലാണെന്ന് പരാതി പറയുന്ന ചില ആളുകളുണ്ട്. സാർ എപ്പോഴും ചില മീറ്റിങ്ങുകളിൽ ആകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ. ഞാൻ എറണാകുളത്തുണ്ടോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം യാത്ര പുറപ്പെടുക. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എറണാകുളം ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യേണ്ട കാര്യത്തിൽ ഞാൻ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാനവിടെ ഇല്ല എന്ന ഇൻഫർമേഷൻ ഞാൻ തന്നിട്ടും നിങ്ങൾ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ഞാൻ കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലൂടെ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ്. അതിലും ചില ആളുകൾ വ്യാജ പ്രചരണം കൊടുക്കുന്നുണ്ട്. അനന്ത് സാർ മുങ്ങി നടക്കുക, അനന്ത് സാർ നാട്ടിലില്ല, അനന്ത് സാർ ഒളിച്ചോടി. അനന്ത് സാർ എങ്ങും ഒളിച്ചോടിയിട്ടില്ല, ഇന്ത്യ വിട്ടിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ നടത്തുന്നുണ്ട്. പല വഴികൾ അടച്ചു കളയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മേൽപോട്ട് നീങ്ങുന്നത്. വരുന്നതിനും ഇത് ചെയ്യുന്നതിനും മുമ്പ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഈ അനന്തകൃഷ്ണന്റെ ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രം 400 കോടി വന്നു എന്നാണ് പത്ര റിപ്പോർട്ട്. TV പ്രസാദ്, ഇത് ചെറുതല്ലാത്ത തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരുന്നത്. വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു അനന്തകൃഷ്ണനെ എന്ന് മാത്രമല്ല, നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തിയ തട്ടിപ്പ് ശൃംഖല വിപുലീകരിച്ചു എന്നുള്ളതാണ്. 400 കോടിയിൽ ഇനി അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. തലയൊക്കെ മുട്ടയടിച്ച് രൂപമാറ്റം വരുത്തിയാണ് അടുത്തിടെ നടന്നത് ഈ പറയുന്ന അനന്തകൃഷ്ണൻ എന്നുള്ളതാണ്. അപ്പോഴാണ് തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും നിർണായകമായൊരു വിവരം നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ലാലി വിൻസെന്റ് മാത്രമല്ല, എൻ രാധാകൃഷ്ണൻ മാത്രമല്ല, ഈ അനന്തുവിന്റെ തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷീബ സുരേഷ് ഇപ്പോൾ നേരത്തെ എല്ലാ പ്രൊമോട്ടർമാരെയും ആശ്വസിപ്പിച്ച ഷീബ സുരേഷ് ഇന്ത്യ വിട്ടു എന്നാണോ വിവരം TV പ്രസാദ്? അങ്ങനെ തന്നെയാണ് വിവരം അരുൺ. അതായത് അനന്തകൃഷ്ണൻ ജയിലിലായി ദിവസം 2 കഴിഞ്ഞിട്ടും ഈ ഷീബ സുരേഷിൻ്റെ പേര് എവിടെയും പ്രതിപാദിച്ചു വന്നില്ല. അങ്ങനെയാണ് ഇവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ 7-ലധികം ജില്ലകളുടെ ചുമതല വഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അതായത് ഇവരുടെ സംഘടനയുടെ ചെയർമാനാണ്. മിക്ക വേദികളിലും ഇവർ പ്രസംഗിക്കാറുണ്ട്, എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഇവർ ഓരോ ജില്ലയിലെയും പ്രൊമോട്ടർമാരെ വിളിച്ച് വിരട്ടുന്ന നിരവധി സംഭാഷണങ്ങളും നമ്മുടെ കയ്യിലുണ്ട് എന്നതാണ് അരുൺ. അതായത് ഓരോ സ്ഥലത്ത് ഈ 2 വീലറുകളായാലും ലാപ്ടോപ്പുകളായാലും അതെല്ലാം ചേർക്കുമ്പോൾ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടർമാരെ വിരട്ടുന്ന ഷീബ സുരേഷിനെയാണ് നമ്മൾ കാണുന്നത്. ഷീബ സുരേഷ് ഒരു കോൺഗ്രസ്സുകാരിയാണ്. അധികം മുമ്പല്ല, തൊട്ട് മുമ്പ് കുമളിയിലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ഈ ഷീബ സുരേഷ്. വിവാദം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരുപക്ഷെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വിദേശത്ത് മകളുടെ അടുത്തേക്ക് പോയി എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ജില്ലയിലെ പ്രൊമോട്ടർമാരെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവരോട് മോശമായി പെരുമാറുന്ന ഒരു ഷീബ സുരേഷിനെ കുറിച്ചാണ് പലരും സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ ഇടുക്കിയിൽ നിന്നുള്ള ഈ കോൺഗ്രസ് പ്രാദേശിക നേതാവായ ഷീബ സുരേഷിനും ഒരുപക്ഷെ ഈ പണത്തിൻ്റെ പങ്ക് വന്നിട്ടുണ്ടാകണം എന്ന് തന്നെയാണ്. അതായത് ഇത്രയേറെ 400-ലേറെ കോടി രൂപ ഒരു അക്കൗണ്ടിലേക്ക് മാത്രം വന്നു എന്ന കണ്ടെത്തലാണ് പോലീസിന് നിലവിലുള്ളത്. 3 കോടി രൂപ മാത്രമാണ് അക്കൗണ്ടിൽ ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഈ അനന്തകൃഷ്ണൻ പണം ആർക്കൊക്കെ കൊടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കാം ഒരുപക്ഷെ ഈ ഷീബ സുരേഷ് എന്നതാണ്. ഷീബ സുരേഷ് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. ഷീബ സുരേഷിനെ പോലെ അത്രയില്ലെങ്കിൽ പോലും നിരവധി സ്ത്രീകൾ വേറെയും അനന്തകൃഷ്ണൻ്റെ പിന്നാലെയായിട്ട് ഉണ്ട് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഷീബ സുരേഷിൻ്റെ പങ്ക് ഈ തട്ടിപ്പിൽ വളരെ വ്യക്തമാണ്. അവരാണ് പ്രധാനമായും പ്രൊമോട്ടർമാരെ നിർബന്ധിപ്പിച്ച് ആളുകളെ പങ്കെടുക്കുന്ന പണി ചെയ്തത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. TV പ്രസാദ്, കാര്യങ്ങൾ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് എന്നുള്ളത് പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കണം. ആദ്യം ചെറിയ തുകയ്ക്ക് പഠനോപകരണങ്ങൾ കൊടുക്കും. 1000 രൂപ അടച്ചാൽ 2000 രൂപയ്ക്ക് പഠനോപകരണം. ഓണക്കിറ്റ് കൊടുത്തു. 1500 അടച്ചാൽ 3000 രൂപയുടെ ഓണക്കിറ്റ്, അതും കിട്ടി. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഇനി തട്ടിപ്പ് അടുത്തതായി തുടങ്ങാൻ പോകുന്നത്. എന്നാൽ ലാപ്ടോപ്പ് തരാം, 10,000 തന്നാൽ 20,000 ലാപ്ടോപ്പ് അത് കൊടുക്കുന്നു. അതിനുശേഷം 60,000 തന്നാൽ 1,20,000 സ്കൂട്ടർ തരാം എന്നതാണ് മറ്റൊരു ഓഫർ. ഓഫറിൽ കുടുങ്ങി പ്രൊമോട്ടർമാരടക്കമുള്ള ആളുകളുടെ വാക്കുകളിൽ വിശ്വസിച്ച് MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണല്ലോ എന്ന് കരുതി പണം കൊടുത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. 1000 കോടി കടക്കും തട്ടിപ്പിന്റെ വ്യാപ്തി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. റിപ്പോർട്ടർ TV ഇന്ന് പുറത്തുവിട്ട വിവരങ്ങളിൽ ഒരു ജെ പ്രമീളാദേവിയുണ്ട്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയിൽ ഒരു ഷീബയുണ്ട്, എൻ രാധാകൃഷ്ണനുണ്ട്, ലാലി വിൻസെന്റ് ഉണ്ട്. ഇവരെല്ലാവരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. എന്നാൽ അവരെങ്ങനെയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടത്? കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവൂ. അതേപോലെ ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കളും MLA-മാരും ഈ പരിപാടിയിൽ ഉദ്ഘാടകരായി എത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇനിയും പുറത്തു വരാൻ പേരുകളുണ്ട്. ഈ തട്ടിപ്പ് ഒരു ചെറിയ തട്ടിപ്പല്ല എന്നതിൻ്റെ കൂടുതൽ രേഖകളാണ് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും റിപ്പോർട്ടർ TV ഈ അനന്തകൃഷ്ണന്റെ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു കൊണ്ടുവരും.